ഉമ്മൻചാണ്ടി എന്ന ഒരു വലിയ മനുഷ്യന്റെ ജീവിതം തകർത്തവർ ഇനി എത്ര വർഷം കഴിഞ്ഞാലും സ്വസ്ഥമായി ഉറങ്ങാൻ പോകുന്നില്ല. കാരണം അവർ ഉണ്ടാക്കിയത് വ്യാജ വാർത്തകളായിരുന്നു. അതിലൂടെ തകർത്തത് നാടിന് വേണ്ടിയിരുന്ന ഒരു നല്ല മനുഷ്യനെയാണ്. പ്രതികളായ ക്രിമിനലുകൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടുവെങ്കിലും അത് എത്ര വർഷം കഴിഞ്ഞാലും തിരിച്ചടിക്കും എന്നുറപ്പാണ്. അതാണിപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപ്രകാരം കാര്യങ്ങൾ കൈവിട്ടിരിക്കുന്നത് ഇപ്പോൾ മുൻ മന്ത്രിമാന്യൻ കൂടിയായ KB ഗണേഷ് കുമാറിൻ്റേതാണ്. സ്വന്തം പിതാവ് തന്നെ വൃത്തികെട്ടവനെന്ന് വിളിച്ചു പറഞ്ഞ ഒരാളെ കേരളം എന്നേ കൈവിട്ടതാണ്. പക്ഷേ ജനങ്ങൾക്കുണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകളും അയാളുടെ സമയത്തിൻ്റെ പിൻബലവുമൊക്കെ കൊണ്ട് കുറച്ചു സമയത്തേക്ക് ജയിച്ചു വന്നു കേരളത്തിൻ്റെ മന്ത്രിയായി. ഏതായാലും ഗണേശൻ തോറ്റു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അതിൻ്റെ സൂചനകളെല്ലാം ഇപ്പോൾ ഓരോന്നായി പുറത്തു വരികയാണ്. അതിൻ്റെ തുടക്കമെന്നോണം നിർണായക മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് സോളാർ കേസിൽ 2 പ്രധാനപ്പെട്ട മൊഴികൾ പുറത്തു വന്നിരിക്കുന്നു. ഒന്ന്, സോളാർ കേസ് പ്രതി അട്ടക്കുളങ്ങര ജയിലിലായിരിക്കവേ എഴുതിയ കത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയോ കോൺഗ്രസ് നേതാക്കളുടെയോ പേരുണ്ടായിരുന്നില്ല എന്ന് തൃശ്ശൂരിലെ ACP KA മുഹമ്മദ് നിസാർ മൊഴി നൽകിയിരിക്കുകയാണ്. കേസ് നടക്കുന്ന കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ലെത്തിയാണ് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥൻ നിർണായകമായ മൊഴി നൽകിയത്. ഉമ്മൻചാണ്ടി എന്ന ഒരു പേര് പോലും സോളാർ കേസിൽ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നും അത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി ചേർക്കപ്പെട്ടതെന്നും ആദ്യം മുതൽ തന്നെ സംശയമുണ്ടായതും അത് വാർത്ത ആയതുമാണ്. അതുപ്രകാരം ഉമ്മൻചാണ്ടിയുടെ പേര് മുൻ മന്ത്രി KB ഗണേഷ് കുമാറും പ്രതിയും ഗൂഢാലോചന നടത്തി എഴുതി ചേർത്തതെന്നാണ് അങ്ങനെ കാട്ടിയുള്ളൊരു കേസാണ് എടുത്തിരുന്നത്. ആ കേസിലാണ് ഇപ്പോൾ നിർണായകമായ മൊഴിയും വന്നിരിക്കുന്നത്. 2013 പ്രതിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ACJM കോടതിയുടെ നിർദ്ദേശാനുസരണം എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനിൽ 965/2013 എന്ന നമ്പറിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തതാണ്. അന്ന് ആ സ്റ്റേഷനിലെ SI ആയിരുന്നു ഇന്നത്തെ തൃശ്ശൂർ ACP ആയ KA മുഹമ്മദ് നിസാർ. അദ്ദേഹമാണിപ്പോൾ യഥാർത്ഥ മൊഴി നൽകിയിരിക്കുന്നത്. അന്ന് കത്തിൽ പേരുണ്ടായിരുന്ന ബിജു രാധാകൃഷ്ണനും ശാലു മേനോനും മാത്രമായിരുന്നു പ്രതികളെന്നും ഇരുവരും ഭീഷണിപ്പെടുത്തുന്നുവെന്നായിരുന്നു ആ കത്തിലെ പരാതിയെന്നും ഉമ്മൻചാണ്ടിയുടെ പേര് എങ്ങും ഉണ്ടായിരുന്നില്ല എന്നുമാണ് ആ മൊഴിയിൽ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തത് എന്നുള്ളത് വളരെ വ്യക്തമായി തെളിഞ്ഞു വന്നു. അതിന് മറ്റൊരു മൊഴി കൂടി ഉണ്ട് നിസാറിനൊപ്പം തന്നെ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രതി ചേർക്കണമെന്ന് മുൻ മന്ത്രി KB ഗണേഷ് കുമാർ കേസിൽ അതിജീവിതയോട് നേരിട്ട് ആവശ്യപ്പെട്ടതായി KPCC അംഗം കൂടിയായ CR നജീബിൻ്റെ മൊഴിയിലാണ് പറഞ്ഞിരിക്കുന്നത്. 2015 മെയ് മാസത്തിൽ പത്തനാപുരം പാർട്ടി ഓഫീസിൽ വച്ചാണ് ഗണേഷ് കുമാർ നജീബിനെയും അതിജീവിതയെയും വിളിച്ചു വരുത്തിയത്. തന്നെ മന്ത്രിസഭയിൽ തിരികെ എടുക്കുന്നതിനായി ഉമ്മൻചാണ്ടിക്കുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ഉമ്മൻചാണ്ടിയെയും സോളാർ കേസിൽ ഉൾപ്പെടുത്തിയില്ല എങ്കിൽ ആ പദ്ധതി നടക്കില്ല എന്നുമാണ് അതിജീവിതയോട് ഗണേഷ് കുമാർ പറഞ്ഞത്. അതാണിപ്പോൾ നജീബ് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയെ വിളിച്ചുവെങ്കിലും പ്രതികരിച്ചിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ വിവരമറിയിച്ചെന്നുമാണ് നജീബ് മൊഴിയിൽ പറയുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗണേഷ് കുമാറിനെതിരെ വിചാരണ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ പുറത്തുവിട്ട ഈ 2 മൊഴികളും ചേരുമ്പോൾ മുൻ മന്ത്രി പുങ്കവൻ ഗണേഷ് കുമാർ അഴിയെണ്ണും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. സോളാർ കേസിൽ പുനരന്വേഷണം എന്നുള്ളത് മാത്രമല്ല, എല്ലാ വശങ്ങളും പൂർണ്ണമായും ചികഞ്ഞെടുത്തുകൊണ്ട് ഗണേശൻ ചെയ്ത തോന്നിയാസത്തിന് ഇരുമ്പഴിക്കുള്ളിൽ കയറ്റാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പുതിയ സർക്കാരും നൽകുന്ന സൂചന.